ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് അത്യാവശ്യം കുറേ ജോലികൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചായക്ക് വെച്ചിട്ടുണ്ട്. ചായയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനിപ്പോൾ കുക്കിംഗ് ചെയ്തു തുടങ്ങണം. അപ്പോൾ ആഹിലിന് ഇന്ന് സയൻസാണ് കേട്ടോ എക്സാം. അപ്പോൾ ആഹിലും ഒപ്പം എഴുന്നേറ്റിട്ടുണ്ട്. അവൻ്റെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം ഇന്നലെ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. എങ്കിലും കുറച്ച് വരയ്ക്കാനുള്ളതും പിന്നെ കുറച്ച് വൺ വേർഡ്സ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി വേഗം തീർത്താലാണ് അവൻ്റെ അടുത്ത് ഇരുന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കൂടെ ഇരുന്നൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആൾ പഠിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര മടിയാണ്. ചിലപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങിക്കളയും. അപ്പോൾ ഞാൻ വേഗം കിച്ചണിൽ വന്ന് എൻ്റെ ജോലികളൊക്കെ ഒന്ന് വേഗം തീർക്കാനായിട്ട് നോക്കാം കേട്ടോ. പാഹിലിനെ കൊണ്ടുപോകാനുള്ള അരി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുന്നത് പരിപ്പാണ് കേട്ടോ. പരിപ്പ് കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. നമുക്ക് രാവിലത്തേക്കുള്ള കറിക്കും പിന്നെ ഉച്ചയ്ക്ക് താളാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ താളും കൂടി കൂട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെറുപയറാണ് കേട്ടോ എടുക്കാൻ പോയത്. ചെറുപയർ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 കറിക്ക് കൂടി കിട്ടില്ല. അപ്പോൾ അതാണ് പരിപ്പ് തന്നെ എടുത്തു. അപ്പോൾ പരിപ്പും കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ താളൊന്ന് കട്ട് ചെയ്തെടുക്കാം. താള് ഇതും കൂടി കേട്ടോ തീർന്നു. അടുത്ത വീട്ടിലെ ചേച്ചി തന്നതായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാം തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് ബോക്സാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതും കൂടി അങ്ങോട്ട് ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ താള് അങ്ങനെ ചീത്തയായിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ദിവസം ആയാലും ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറിക്ക് ആവശ്യമുള്ള സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പ് കറിക്കും ഉച്ചക്കത്തെ കറിക്കൊക്കെ വേണ്ടിയുള്ള സവാള ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതാ വേഗം കറി റെഡിയാക്കാം. ഞാനപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് തോരൻ കൂടി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സമയം പോകുന്നു ഓർത്തപ്പോൾ ഞാൻ വേഗം ക്യാരറ്റ് തിരിച്ചു കൊണ്ടുപോയി വെച്ചിട്ടോ. എന്നിട്ട് കറികളൊന്ന് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒന്നിൽ പരിപ്പ് കറിയും ഒന്നിൽ താളും പരിപ്പും കൂടി ചേർത്തിട്ടുള്ള കറിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടിൽ യൂസ് ചെയ്യുന്ന സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ സവാളയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം താള് ആദ്യം ചേർത്ത് കൊടുക്കും കേട്ടോ. താളും കൂടി നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കും കേട്ടോ. ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിൽ പരിപ്പ് ചേർക്കും. ഇപ്പുറത്തെ കറിയിൽ മുളകൊക്കെ ചേർത്തതിന് ശേഷം നേരെ പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആഹിലിന് പപ്പടം കൂടി വറുക്കണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ കുക്കിങ്. ഇനി ബാക്കിയുള്ള ജോലികളാണ് ഒരുപാട് കിടക്കുന്നത്. അപ്പോൾ അതെൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ ആഹിൽ പഠിക്കുന്നിടത്തേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ഭംഗിയൊന്നുമില്ല വരയ്ക്കുന്നത് കാണാനായിട്ട്. എങ്കിലും കുഴപ്പമില്ല. മുമ്പ് ഒട്ടും വരയ്ക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് TP എടുക്കുമ്പോൾ വരച്ചില്ലെങ്കിൽ മാർക്ക് തരില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ആഹിലും ആലിമൊക്കെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ജോലികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ ബയോബിനാണ്. ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ് കേട്ടോ ബയോബിനിൽ നിന്ന് എനിക്ക് ഇതേപോലെ ചെടികൾക്ക് ഇടാനായിട്ട് വളം എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തത് എനിക്ക് ഏറ്റവും താഴെയുള്ള എല്ലാ ചെടികൾക്കും ബാൽക്കണിയിലുള്ള ചെടികൾക്ക് വരെ ഇടാൻ പറ്റിയായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് ഇങ്ങോട്ട് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ബക്കറ്റിൽ ഏകദേശം ഒരു 3 ബക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും മുകളിലേക്കാണ് ഞാൻ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത്. ഈ വളം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, അത്യാവശ്യം നല്ല പൊടി പോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെ കുറച്ച് ചെടികൾ നിന്നിരുന്ന് വെച്ചത്, അതായത് മുളക്, തക്കാളി ഇതൊക്കെ താഴെ മുളച്ച് നിന്നിരുന്നു കേട്ടോ. നമ്മളുടെ ബയോബിനിൽ പൊടിയായ വളം ഇട്ടപ്പോൾ അതിൽ കിടന്ന് മുളച്ചതാണ് ഈ തക്കാളിയുടെയൊക്കെ തൈ. നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ വെറുതെ നമ്മളുടെ ഇങ്ങനെ വിത്ത് കിടന്ന് മുളക്കുന്ന പോലെ അല്ല, നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ, അതേപോലെയാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ മുളക് ഇവിടെ ഓൾറെഡി ഉണ്ടായച്ചാണ്. അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് മേളിൽ നട്ടു കൊടുക്കാൻ. എനിക്ക് താഴെ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയിരിക്കുന്നത് മേളിൽ ചെടികൾ നടുമ്പോഴാണ് കേട്ടോ. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വളരുന്നത് മേളിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ചെടിച്ചട്ടിയുടെ ചുവട്ടിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ വളം ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്.
കുരുമുളകൊക്കെ അത്യാവശ്യം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പറിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇത്രയും ധൃതി പിടിച്ച് ഞാൻ ജോലികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് ആ ഒരു ടൂറ് പോവാം കേട്ടോ. നാളെ രാവിലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെയും മറ്റന്നാളും സൺഡേ ഈവനിങ് മാത്രമേ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ചെയ്ത് തീർക്കേണ്ട ജോലികളുണ്ട്. അതാണ് ഞാൻ ധൃതി പിടിച്ച് വേഗം തീർക്കുന്നത് കേട്ടോ. അപ്പോൾ ആഹിലിന് ആകെ ഒരു പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹിലിന് മൺഡേ മാത്സ് എക്സാമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനിലാണ് പോകുന്നത് ട്രിപ്പ്. നമ്മൾ ഓൾറെഡി എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. റിവിഷനും TP ഒക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞായിരുന്നു. പക്ഷേ മാത്സ് മാത്രം പെൻഡിങ് വെച്ചിരുന്നു. മാത്സ് ലാസ്റ്റ് മൊമെൻറ്റിൽ, അത് ലാസ്റ്റ് ടൈമിൽ പഠിക്കാം, നേരത്തെ പഠിച്ചാലും ഓർമ്മ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചു. അപ്പോൾ ഡേറ്റൊക്കെ നോക്കിയപ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേ അവധി കിട്ടുന്നുണ്ട്. തിങ്കളാഴ്ചയാണല്ലോ എക്സാം. അപ്പോൾ 2 ദിവസം നമുക്ക് പഠിക്കാനായിട്ട് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാണ്ടാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഡേറ്റ് കറക്റ്റ് ടൈമിൽ തന്നെ വന്നത്. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യം ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി പോകണമാണല്ലോ. അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലി കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ഫാമിലി ഏകദേശം ഒരു 45 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതിനിപ്പോൾ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ട്യൂഷൻ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസമായിട്ട് 4 മണി തുടങ്ങി 6 മണി വരെ ഇവർക്ക് ഡെയിലി എക്സാമാണ് കേട്ടോ, ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ആ 4 മണി തുടങ്ങി 6 മണി വരെയുള്ള ടൈമിൽ പിറ്റേ ദിവസത്തെ എക്സാമിൻ്റെ പഠിപ്പിക്കും. ഓൾറെഡി റിവിഷനൊക്കെ കഴിഞ്ഞ കാരണം വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ 6 മണിക്ക് ശേഷം 6 മണി തുടങ്ങി ഒരു 8 മണി വരെ മാത്സ് അഡീഷണൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഒരു 4-5 ദിവസമായിട്ട്. ഇന്നും എൻ്റെ ട്യൂഷൻ. ഇന്നപ്പോൾ വേറെ കുട്ടികൾക്കൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ എക്സാം നടക്കുന്ന 3 പേർക്ക് മാത്രമേ ഇന്ന് ഞാൻ ട്യൂഷൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ ഇടാനുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചാണ്, ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചാലും ഒന്ന് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരുപാട് വാഷിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആഹിലിന് മൺഡേ ഇടാനുള്ള യൂണിഫോമൊക്കെ നമ്മൾ പോയി സൺഡേ ഈവനിങ് അല്ലേ നമ്മൾ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വാഷ് ചെയ്ത് അതിനുള്ള ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നാളെ ഇടാനുള്ള കുറച്ച് നല്ല ഡ്രസ്സുകൾ കൈ കൊണ്ട് വാഷ് ചെയ്ത്, പുതിയ ഡ്രസ്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറ്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ്ങിനായിട്ട് ഇരിക്കുന്നത്. നമ്മൾ പോകുന്നത് മൂന്നാറാണ്. 2 ദിവസത്തേക്കാണ് പോകുന്നത്. നാളെ ഒരു 7 മണിക്ക് മുന്നേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ കൂടി ഞാൻ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ 5 മണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. 5 മണി തുടങ്ങി 6:30 വരെയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവരെ 3 പേർക്കാണ് ഞാൻ ഇന്ന് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ അവർ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇതിലൊരാളുടെ ട്യൂഷൻ കഴിഞ്ഞു. ഒരു 6:30 ആയപ്പോഴേക്കും തൊട്ട് ബാക്കിലെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഞാൻ അവർക്ക് റിലീഫ് കൊടുത്തായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് അവർ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി വന്ന് ഒന്ന് റീഫ്രഷ് ആയിട്ടാണ് കേട്ടോ പിന്നെ ഇരിക്കുന്നത്. എങ്കിലും കുറച്ചും കൂടി നമുക്ക് തീരാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 8 മണിയായപ്പോഴേക്കും ഏകദേശം തീർത്ത് ഞാൻ വിട്ടിട്ടുണ്ട്. ഇനി നാളെ ഒരു 5 മണിക്ക് രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യ സംഭവങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 കവറിലായിട്ട് എൻ്റെയും ആഹിലിൻ്റെയും ആലിമിൻ്റെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ കൂടെ എടുത്ത് വെക്കാനുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു ബാഗിലാക്കി വെക്കണം. ഓരോരുത്തരുടെ ഓരോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.